പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതോടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി മാറുകയാണ്. നേരത്തെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MPമാരൊക്കെ അതാത് മണ്ഡലത്തിൽ മത്സരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനനുസരിച്ച് TN പ്രതാപനായിരുന്നു തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാവേണ്ടത്. പല സ്ഥലത്തും TN പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകൾ പോലും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJPയിൽ എത്തിയതോടെ അവരുടെ സഹോദരനും വടകരയിൽ MPയുമായ K മുരളീധരൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. തൃശ്ശൂർ കേരളത്തിലെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. 2 തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തിയത്. BJP എത്രമാത്രം തൃശ്ശൂരിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് പ്രധാനമന്ത്രി സന്ദർശനം. കഴിഞ്ഞ തവണ 2,90,000-ലധികം വോട്ട് നേടിയ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി. സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും തൃശ്ശൂരിന് ജയിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളൊരു വാശിയിലാണ് BJP നേതൃത്വം. മറുഭാഗത്ത് CPIയുടെ സീറ്റാണ് കാലാകാലങ്ങളായിട്ട് തൃശ്ശൂർ. കഴിഞ്ഞ തവണകളൊക്കെ കോൺഗ്രസ്സാണ് ജയിച്ചതെങ്കിലും പല തവണയും CPI സ്ഥാനാർത്ഥികൾ VV രാഘവനായാലും അതേപോലെ തന്നെ CN ജയദേവനായാലും CPI സ്ഥാനാർത്ഥികൾ സ്ഥിരമായിട്ട് ജയിച്ചു വന്നിരുന്നൊരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. മുൻ മന്ത്രി VS സുനിൽകുമാറാണ് ഇടതുപക്ഷ മുന്നണിയുടെ CPI സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റേത് K മുരളീധരൻ എന്ന് ഏതാണ്ട് പറയാവുന്ന സ്ഥിതിയിലാണുള്ളത്. അതേപോലെ തന്നെ BJPക്ക് വേണ്ടി സുരേഷ് ഗോപി. 7 കേരളത്തിലെ മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പോലെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂരിലുള്ളത്. മണലൂർ, ഗുരുവായൂർ, തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, നാട്ടിക, പുതുക്കാട്, ഒല്ലൂർ, അങ്ങനെ 7 നിയോജകമണ്ഡലങ്ങളാണുള്ളത്. ഈ 7 നിയോജകമണ്ഡലങ്ങളിലും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളാണ്. MLAമാർ എന്നുള്ളതാണ് ഒരു പ്രത്യേകത. 3 MLAമാർ CPIയുടേതും ബാക്കി 4 MLAമാർ CPMൻ്റേതുമാണ്. പ്രധാനമായിട്ടും ഇവിടെ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രശ്നം നേരത്തെയൊക്കെ ഉന്നയിക്കപ്പെട്ടിരുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ, പദയാത്രകളും മറ്റുമൊക്കെ നടത്തിയിരുന്നു. ഇതേ തുടർന്ന് സുരേഷ് ഗോപിക്കെതിരായിട്ട് ഒരുപാട് വ്യക്തിപരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മുഴച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായൊരു ത്രികോണ മത്സരം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. K മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത് ആർക്കനുകൂലമായിട്ട് വരും, കോൺഗ്രസ്സിനെതിരായിട്ട് വരുമോ, കോൺഗ്രസ് അനുകൂലമായിട്ട് വരുമോ, CPMന് അനുകൂലമായിട്ട് വരുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്, കോൺഗ്രസ് നേതാക്കന്മാർ തുടർച്ചയായിട്ട് BJPയിലേക്ക് പോകുന്നത് കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസ്യതയെ ബാധിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ജയിച്ചു വരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പം പത്മജ വേണുഗോപാൽ BJPയിൽ പോകാൻ തീരുമാനിച്ചത് കൊണ്ട് തന്നെ നാളെ K മുരളീധരനും പോയിക്കൂടാ എന്നുള്ളൊരു പ്രചരണം CPM നടത്തും. അതിനാൽ ഇടതുപക്ഷ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് കിട്ടാനുള്ളൊരു സാധ്യത അവർ കാണുന്നുണ്ട്. കാരണം ഇന്ന് ജയിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി BJPയിൽ പോകുമോ എന്നുള്ളൊരു ധാരണ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഇത് സംസ്ഥാന തലത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ CPMും ഇടതുപക്ഷ പാർട്ടികളും ശ്രമിക്കുമെന്നുള്ളത് വളരെ ഉറപ്പാണ്. മുരളിയാണെങ്കിലും മുരളീധരൻ്റെ പിതാവും കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനുമായ K കരുണാകരനാണെങ്കിലും രണ്ടുപേരും തൃശ്ശൂരിൽ നിന്ന് ഒരു തവണ തോറ്റതാണ്. 1996 K കരുണാകരൻ CPIയിലെ VV രാഘവനോടാണ് തോൽക്കുന്നത്. 98 അതായത് ഇപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കാൻ പോകുന്ന K മുരളീധരൻ 98 അദ്ദേഹം ഇതേ VV രാഘവനോട് തോറ്റിരുന്നു. അപ്പം അങ്ങനെ തോറ്റ ഒരു ചരിത്രവും K മുരളീധരനുണ്ട്. അതേപോലെ തന്നെ 2004 മന്ത്രിയായ ഉടനെ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയായ ഉടനെ ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി, തൃശ്ശൂരിനടുത്ത് തന്നെയുള്ള വടക്കാഞ്ചേരിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു അനുഭവവും മുരളീധരനുണ്ട്. മറ്റൊരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് പത്മജ വേണുഗോപാൽ സുരേഷ് ഗോപിയോട് മത്സരിച്ചത്. അന്ന് പക്ഷേ ജയിച്ചത് CPIയിലെ ബാലേന്ദ്രനാണ്. 1000 വോട്ടിനാണ് 2ാം സ്ഥാനത്തേക്ക് പോയത് പത്മജ. അപ്പം തൃശ്ശൂരിൽ നല്ല പേരുകളുള്ള പത്മജ സ്വന്തം സഹോദരനെതിരെ BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കേരള രാഷ്ട്രീയം വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ എങ്ങനെയെങ്കിലും ഞാൻ എടുക്കും എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ ഇതൊരു കോൺഗ്രസിൻ്റെ മണ്ഡലമാണ്, ഞങ്ങൾ കരുത്തനെ തന്നെ നിർത്തിയിരിക്കുകയാണ് എന്ന് സമ്മതിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് TN പ്രതാപൻ തന്നെ പറയുകയാണ്, ഞങ്ങളൊരു കരുത്തനെ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ് എങ്ങനെയെങ്കിലും BJPക്ക് ആ സീറ്റ് പോകാതിരിക്കാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് CPI ആകട്ടെ, എല്ലാ കോൺഗ്രസ്സുകാരും നാളെ BJPയിലേക്ക് പോകും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് ഉള്ളൊരു രക്ഷ ഇടതുപക്ഷ മുന്നണി മാത്രമാണ് എന്നുള്ളൊരു പ്രതീതി ഉളവാക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെയായാലും വളരെ ശക്തമായ ത്രികോണ മത്സരം. 3 പാർട്ടികൾക്കും നല്ല വോട്ടിംഗ് ശതമാനമുണ്ട്. BJPക്ക് 3ാം സ്ഥാനത്താണ് BJP. 28% വോട്ടുണ്ട്. 30% വോട്ടുണ്ട്
LDFന് 39% വോട്ടുണ്ട്, UDFന്. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയാണ്. അതിനുശേഷമാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ LDFനാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ അനുകൂല സ്ഥിതിഗതികൾക്ക് വെച്ചുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഭരണത്തിലേക്ക് സ്വാധീനമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് അവർ കരുതുന്നു. MLAമാരൊക്കെ ഞങ്ങളുടെ കൂടെയാണെന്നുള്ളതുകൊണ്ട്. മറിച്ച് കോൺഗ്രസ്സിനാണെങ്കിൽ ഈ സീറ്റ് നിലനിർത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇതാണ് നമുക്ക് തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.